അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചത് വേവിക്കാൻ വെക്കാം. ഒരു 5 വിസിൽ 5-6 വിസിൽ ഒരു സെമി വേവേ നമുക്ക് ആവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ബീഫ് കറിയിലേക്ക് തേങ്ങ വറുത്തരക്കാൻ വേണ്ടി നമ്മൾ ഒരു പാൻ ചൂടാക്കി ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇടാം. നമ്മൾ ഇടാൻ പോകുന്ന സ്പൈസസ് എന്ന് പറയുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയാണ്. ഇത് നമ്മൾ ആവശ്യത്തിന് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പെരിഞ്ജീരകം പൊടിച്ചതും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇതിനി നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ വയറ്റിയിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് ചെറുള്ളി, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവയാണ് നമ്മൾ തേങ്ങ ഇട്ട ശേഷം ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായിട്ട് മഷി പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കി ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുള്ളി, സവോള, പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. സവോളയും ചെറുള്ളിയെല്ലാം നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ സവോള വാടാൻ വേണ്ടി നമുക്ക് ഒരല്പം ഉപ്പിടാം. പിഞ്ച് പരുവത്തിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് വാട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഈ തക്കാളി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക്